UDF മന്ത്രിസഭയിൽ കൊല്ലത്ത് നിന്നും 3 മന്ത്രിമാർ ഉണ്ടാകാൻ സാധ്യത. PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ എന്നിവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. ചവറയിൽ നിന്നും ഷിബു ബേബി ജോണിന് ഉറപ്പായും മന്ത്രിസ്ഥാനം ലഭിക്കും. ഘടകകക്ഷി നേതാവ് എന്ന നിലയിലാണ് ഷിബു ബേബി ജോൺ ഉറപ്പായും മന്ത്രിസഭയിലെത്തുക. UDFന്റെ മന്ത്രിസഭയിൽ കൊല്ലത്തു നിന്നും 3 പേർ മന്ത്രിസഭയിൽ ഉണ്ടാകാനാണ് സാധ്യത. യുവനേതാവും KPCC വൈസ് പ്രസിഡന്റുമായ PC വിഷ്ണുനാഥ്, കൊല്ലത്തു നിന്നും വിജയിച്ച ബിന്ദു കൃഷ്ണ എന്നിവരെയാണ് കോൺഗ്രസ് പ്രധാനമായും പരിഗണിക്കുന്നത്. PC വിഷ്ണുനാഥ് തുടർച്ചയായി 2ാം തവണയാണ് കുണ്ടറയിൽ നിന്നും വിജയിക്കുന്നത്. നേരത്തെ ചെങ്ങന്നൂരിൽ നിന്നും MLA ആയിരുന്നു. ഒപ്പം യുവനേതാവ് എന്നുള്ള പ്രത്യേകതയും PC വിഷ്ണുനാഥിന് മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ വേഗമാകും. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ മികച്ച സംഘാടകനായാണ് PC വിഷ്ണുനാഥ് അറിയപ്പെടുന്നത്. ഇതോടൊപ്പം ബിന്ദു കൃഷ്ണയ്ക്കും മന്ത്രിസ്ഥാനത്തിന് സാധ്യതയുണ്ട്. എന്നാൽ ആലപ്പുഴ അരൂരിൽ നിന്നും വിജയിച്ച ഷാനിമോൾ ഉസ്മാനെയും പരിഗണിക്കുന്നുണ്ട്. സീനിയർ നേതാവ് എന്നുള്ള പരിഗണനയും മികച്ച സംഘാടക എന്ന പ്രത്യേകതയും ബിന്ദു കൃഷ്ണയ്ക്കുള്ള മുൻഗണനയാണ്. കൊല്ലം ജില്ലയിൽ നിന്നും 3ാമത് മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ സാധ്യത ഷിബു ബേബി ജോൺ ആണ്. RSPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഷിബു ബേബി ജോൺ ചവറയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. നേരത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഷിബു ബേബി ജോൺ. ഇതോടൊപ്പം ഘടകകക്ഷി നേതാവ് എന്ന പരിഗണനയും പ്രധാനമാണ്. എന്തായാലും മന്ത്രിസ്ഥാനത്തേക്കുള്ള ചർച്ച കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ചർച്ചയിൽ കൊല്ലത്തിനും പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടാകുമെന്ന് ഉറപ്പ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.